ആലോചിച്ചു നോക്കൂ, ഒരു യുദ്ധവിമാനത്തെക്കാളും 1000 മിസൈലുകളെക്കാളും ശക്തിയുള്ള ഒരു ആയുധം. അത് വെറും ഒരു പ്ലാസ്റ്റിക് കപ്പിലെ മധുരമുള്ള ചായയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് കേവലം ഒരു പാനീയത്തിന്റെ കഥയല്ല. ഒരു കൊച്ചു ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിക്കെതിരെ നടത്തിയ അതിജീവനത്തിന്റെ രുചികരമായ ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. നമുക്ക് 1988 ഒന്ന് യാത്ര ചെയ്യാം. തായ്വാനിലെ തായ്ചുങ് നഗരം. അവിടെ ചുൻഷുയ് ടാങ് എന്നൊരു പഴയ ടീ ഹൗസ് ഉണ്ട്. ഒരു ഉച്ചതിരിഞ്ഞ സമയം അവിടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗിന്റെ ബോർഡ് മാറ്റാൻ വെറുതെ ഇരുന്ന ലിൻ ഹിസ്യു ഹുയി എന്ന യുവതി തന്റെ മുന്നിലിരുന്ന ഐസിട്ട ചായയിലേക്ക് കയ്യിലുണ്ടായിരുന്ന മധുര പലഹാരമായ ഫെൻ യുവാൻ, നമ്മുടെ നാട്ടിലെ മരിച്ചീനി മാവ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഉരുളകൾ വാരിയിട്ടു. അതൊരു അബദ്ധമായിരുന്നു, അല്ലെങ്കിൽ ചരിത്രം കാത്തുവെച്ച ഒരു നിയോഗം. ആ ചായ ഒന്ന് കുടിച്ചു നോക്കിയപ്പോൾ ലീൻ ഞെട്ടിപ്പോയി. ചായയുടെ തണുപ്പും പാലിന്റെ മധുരവും ഒപ്പം പല്ലുകൾക്കിടയിൽ തെന്നിമാറുന്ന ആ വഴുവഴുപ്പുള്ള മുത്തുകളും. ആ നിമിഷം അവിടെ പിറന്നത് ലോകത്തെ മുഴുവൻ അടിമയാക്കാൻ പോകുന്ന ബബിൾ ടീ ആയിരുന്നു. തായ്വാൻ എന്ന ഈ കൊച്ചു രാജ്യത്തെ വിഴുങ്ങുവാൻ വാൽ പിളർന്നു നിൽക്കുന്ന വമ്പൻ ഡ്രാഗണാണ് ചൈന. തായ്വാനെ ആക്രമിക്കാൻ ചൈന തോക്കുകളും പീരങ്കികളും ഉപരോധങ്ങളും തയ്യാറാക്കി നിർത്തുമ്പോൾ തായ്വാൻ തിരിച്ചടിച്ചത് വെടിയുണ്ട കൊണ്ടല്ല, മറിച്ച് ഈ ചായക്കപ്പുകൾ കൊണ്ടാണ്. ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിളിക്കുന്ന പേര് ഗ്യാസ്ട്രോ ഡിപ്ലോമസി എന്നാണ്. തായ്വാൻ ചിന്തിച്ചു, ലോകത്തിന് ഞങ്ങളെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാത്രം കാണാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവർ ഞങ്ങളുടെ ബബിൾ ടീ കുടിച്ചാൽ അവർക്ക് ഞങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ആ കറുത്തമുത്തുകൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു. ന്യൂയോർക്കിലും ലണ്ടനിലും എന്തിന്, നമ്മുടെ കേരളത്തിൽ വരെ യുവാക്കൾ ബബിൾ ടീയുടെ ആരാധകരായി. ഒരു തായ്വാനീസ് പതാക കണ്ടാൽ ആരും ശ്രദ്ധിക്കില്ലായിരിക്കും, പക്ഷേ ആ കറുത്തമുത്തുകൾ കാണുമ്പോൾ ലോകം മുഴുവൻ പറയും, ഇത് തായ്വാന്റെ രുചിയാണ്. ക്ലാസിക് മിൽക്ക് ടീയിൽ നിന്ന് തുടങ്ങി ഇന്ന് ബ്രൗൺ ഷുഗർ, ചീസ് ഫോം, ഫ്രൂട്ട് ടീ തുടങ്ങി ആയിരക്കണക്കിന് വകഭേദങ്ങൾ. അടുത്തിടെ ഏഷ്യയിൽ മിൽക്ക് ടീ അലയൻസ് എന്നൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടായി. തായ്വാനും ഹോങ്കോങ്ങും തായ്ലൻഡും ഒക്കെ ചേർന്നുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ്മ. അവരുടെ ചിഹ്നം എന്താണെന്നോ? അതെ, നമ്മൾ നേരത്തെ കണ്ട ആ ബബിൾ ടീ തന്നെ. ഓർത്തു നോക്കൂ, 1980കളിൽ ഒരു യുവതിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം ഇന്ന് ഒരു രാജ്യത്തിന്റെ തന്നെ സുരക്ഷാ കവചമായി മാറിയിരിക്കുന്നു. സിലിക്കൺ ചിപ്പുകൾ കൊണ്ട് ലോകത്തിന്റെ തലച്ചോറ് നിയന്ത്രിക്കുമ്പോഴും ബബിൾ ടീ കൊണ്ട് തായ്വാൻ ലോകത്തിന്റെ ഹൃദയമാണ് കീഴടക്കുന്നത്. ചൈനയ്ക്ക് ഒരിക്കലും പകർത്താൻ കഴിയാത്ത ഒരേയൊരു വിഭവം. സ്വാതന്ത്ര്യം ഇന്ധനമാക്കി തായ്വാനിലെ സർഗാത്മക വ്യവസായങ്ങൾ ഒരു നവോത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മാധ്യമങ്ങളിൽ പെണ്ണത്തമുള്ള പുരുഷന്മാരെ ബെയ്ജിംഗ് അടിച്ചമർത്തുകയും LGBTQ ഉള്ളടക്കങ്ങളെ കർശനമായി സെൻസർ ചെയ്യുകയും ചെയ്യുമ്പോൾ തായ്പേയ് ഏഷ്യയിലെ ക്വയർ സിനിമകളുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു. 2025 ഗോൾഡൻ ബെൽ അവാർഡുകൾ തൂത്തുവാരിയ ക്രൗൺ ഷെയ്നസ് ഒരു യുവതിയും അവളുടെ തായ് പങ്കാളിയും തമ്മിലുള്ള കഥയാണ് പറയുന്നത്. വെറും 100 മൈൽ അകലെ പടിഞ്ഞാറ് വശത്ത് അത്തരമൊരു സിനിമ നിർമ്മിക്കുന്നത് പോലും നിയമവിരുദ്ധമായിരിക്കും. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അംഗീകാരം നേടിയ ലെഫ്റ്റ് ഹാൻഡഡ് ഗേൾ എന്ന സിനിമയുടെ സംവിധായകൻ ഷീ ചിങ് സു പറയുന്നു, അവർക്ക് പറയാൻ കഴിയാത്ത കഥകൾ ഞങ്ങൾ പറയുന്നു, അതാണ് ഞങ്ങളുടെ സോഫ്റ്റ് പവർ. ലോകം ഞങ്ങളുടെ സിനിമകൾ കാണുമ്പോൾ അവരുടേതുപോലെ തോന്നിക്കുന്ന കുഴഞ്ഞുമറിയുന്നതും ശബ്ദമുണ്ടാക്കുന്നതും എന്നാൽ സ്വതന്ത്രവുമായ ഒരു സമൂഹത്തെയാണ് അവർ കാണുന്നത്. ഈ കലാപരമായ സ്വാതന്ത്ര്യം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ വേരൂന്നിയതാണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ഏഷ്യയിലെ ആദ്യത്തെ രാഷ്ട്രം എന്ന നിലയിൽ തായ്വാൻ തലയുയർത്തി നിൽക്കുന്നു. മേഖലയിലെ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കിടയിൽ ഉദാരമായ മൂല്യങ്ങളുടെ ഒരു പ്രകാശ ഗോപുരമായി അത് തിളങ്ങുന്നു. വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ എത്രത്തോളം ആദരിക്കുന്നുവോ അത്ര തന്നെ ആദരവോടെയാണ് ഇവിടെ സ്നേഹിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെയും കാണുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ഒരു കോട്ടയായി ഈ ദ്വീപിനെ മാറ്റുന്നതും ഈ നിലപാടാണ്.